ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് കെ പി അബൂബക്കർ ഹസ്രത്ത് അന്തരിച്ചു. 85 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിൽ കഴിയവേ രാവിലെ 5 മണിയോടെയായിരുന്നു അന്ത്യം. വർക്കല ജാമിയ മനാനിയയുടെ പ്രിൻസിപ്പലുമായിരുന്നു. ഖബറടക്കം വൈകിട്ട് 4 മണിയോടെ കൊല്ലം മുട്ടക്കാവ് ജുമാ മസ്ജിദിൽ നടക്കും. അബ്ദുനാസർ മാദനി ഉൾപ്പെടെയുള്ളവരുടെ ഗുരുവായിരുന്നു ഇദ്ദേഹം. ലിജോ റോളൻസ് വിശദാംശങ്ങൾ നൽകും. ലിജോ, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? മറ്റു വിവരങ്ങൾ. പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന കെ പി അബൂബക്കർ ഹസ്രത്ത് ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് അന്തരിച്ചത്. 85 വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ജനനമെന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് പടമുകളിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇവിടേക്ക് മാറുകയും പ്രമുഖനായിട്ടുള്ള മതപണ്ഡിതനായിരുന്നു. വർക്കല ജാമിയ മനാനിയുടെ പ്രിൻസിപ്പളായും പ്രവർത്തിച്ചു വരികയായിരുന്നു. കുറച്ചു നാളായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് കൊല്ലത്തെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ പ്രമുഖ മതപണ്ഡിതൻ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ആ ഒരു നിരവധിയായിട്ടുള്ള ഒരു ശിഷ്യ സമൂഹമുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ പ്രധാനി എന്ന് പറയുന്നത് അബ്ദുനാസർ മദനി തന്നെയാണ്. ഒപ്പം നിരവധിയായിട്ടുള്ള മറ്റ് ആളുകളും അദ്ദേഹത്തിന്റെ ശിഷ്യഗണത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പൊതുദർശനം ഇന്ന് മുട്ടയ്ക്കാവിലെ വസതിയിൽ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഏത് സങ്കീർണമായ വിഷയത്തിലും ഫത്വ നൽകുന്നതിന് കഴിഞ്ഞിരുന്ന ഒരു മതപണ്ഡിതൻ എന്നുള്ള നിലയിൽ കൂടെ അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. 2022 ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റായി അദ്ദേഹം വരുന്നത്. അതിനു മുൻപേ ദീർഘകാലം വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്നു. ചേലക്കുളം മുഹമ്മദ് അബ്ദുൽ ബുഷ്ര മൗലവിയുടെ നിർയാണത്തെ തുടർന്നായിരുന്നു ഇദ്ദേഹം ഈ സ്ഥാനത്തേക്ക് വരുന്നത്. ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നത് വരെയും വളരെ സജീവമായി തന്നെ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തോന്നുന്നു 80ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു യാത്ര കൊടുങ്ങല്ലൂരിൽ നിന്നും ഇന്ന് ആരംഭിക്കാനിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ മരണം സംഭവിച്ചെന്നുള്ളവരുടെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ആ ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്.